ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര കൊതി തോന്നി. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ 2 ദിവസമായിട്ട് ഐൽജൻ്റെ വീട്ടിലും അളിയൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഐൽജൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു. സോ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ നൂഡിൽസാണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇത് സ്പെഷ്യലായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോയാ സോസ്, പിന്നെ പെപ്പർ, സോൾട്ട്, വേറെന്തോന്നു, പിന്നെന്തോ കോൺഫ്ലവർ. അപ്പോൾ ഇത് 4 കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കുറച്ചധികം സമയം ഇരുന്നാലും പ്രശ്നമില്ല. അപ്പോൾ ആ സമയം നമുക്ക് ഈ വെജിറ്റബിൾസ്, ഇത്രയും വെജിറ്റബിൾസാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണോ യൂസ് ചെയ്യാം. ഇന്നത് തന്നെ സ്പെസിഫിക് ആയിട്ട് വേണം എന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം നമ്മുടെ അടുത്ത് ഉള്ളത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഈ ക്യാബേജും, വയലറ്റ് ക്യാബേജും, ക്യാരറ്റും, ക്യാപ്സിക്കും, ബട്ടർ ബീൻസ്, അങ്ങനെയൊക്കെ ബീൻസ് ഉണ്ടല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്തോന്നു? ഓക്കെ, അപ്പം ബട്ടർ ബീൻസ്, അത് എൻ്റെ പുതിയ അറിവാണ്. ബട്ടർ ബീൻസ് അങ്ങനെ പല ആണല്ലേ. അല്ല, ഇങ്ങനെ പ്രത്യേകതരം ബീൻസുകൾ ഉണ്ടെന്നുള്ളത് ആദ്യത്തെ അറിവായിരുന്നു. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. പിന്നെ നമ്മൾ മറ്റേ സവാള, ഉള്ളി അങ്ങനത്തെ സാധനങ്ങൾ പൊതുവേ നൂഡിൽസിന് ഇടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പക്ഷേ നൂഡിൽസിൽ അങ്ങനത്തെ ഫ്ലേവർ വരുമ്പം ഇഷ്ടമല്ല. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നൂഡിൽസ് അല്ലേ എടുക്കണത്, മാഗിയുടേതല്ലല്ലോ, മറ്റേ നൂഡിൽസ് ആയിട്ട് വരുന്നതല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് അമ്മൂമ്മ അടുക്കളയിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഒന്ന് ഇങ്ങനെ ചിക്കി പൊക്കി സ്ക്രാമ്പിൾ ചെയ്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്ന് സെറ്റ് ആവുന്ന ടൈം, നൂഡിൽസ് ഇതാവുന്ന സമയം ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഞാനാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വേറെ ആരുമില്ല എന്നൊന്ന് സഹായിക്കാൻ, അരിയാനറിയാം. ഓക്കെ, അപ്പം ഞാനിതാ അരിഞ്ഞിട്ട് വരാം. അപ്പം നമ്മളിതാ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇത് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ക്യാപ്സിക്കം കൂടെ വേറെ യെല്ലോയോ റെഡോ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കളർഫുള്ളാവും കേട്ടോ. പിന്നെ ഇതാ നൂഡിൽസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മുട്ട ചിക്കി എടുക്കാം. ഓക്കെ, സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ എടുത്തു. ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം എത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതെന്നുള്ളൊരു ഉദ്ദേശം കാണുമല്ലോ, അതനുസരിച്ച് മുട്ട പൊടിച്ച് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആകുമ്പോഴത്തേക്കും സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ചില ആൾക്കാർ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ മുട്ട പ്ലെയിനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ലേശം പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ചില ആൾക്കാർ അതൊന്നും ആഡ് ചെയ്യില്ല, വെറുതെ ഒന്ന് മുട്ട ഇത് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പം മുട്ട നമ്മൾ ചിക്കി പൊരിച്ചെടുത്തു. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന, മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ എഗ്ഗും മുട്ടയും ചിക്കനും അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടീസ് കുറച്ച് സ്പീഡായി ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയം എല്ലാം നല്ല ഹീറ്റിൽ വേണം പെട്ടെന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി. കാരണം ഇനി നമുക്ക് മെയിൻ പരിപാടി നൂഡിൽസ് വേവിക്കുന്നതും അല്ലാതെ ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഇനി എടുത്തൊന്ന് മിക്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കുറച്ച് സ്പീഡ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം റെഡിയാക്കി വയ്ക്കുക. നൂഡിൽസ് വേവിച്ചത്, മുട്ട, ചിക്കൻ, പിന്നെ
വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സൺഫ്ലവർ ഓയിൽ, പെപ്പർ, സോൾട്ട്, പിന്നെ നിങ്ങൾ ഏതൊക്കെ സോസ്, സോയാ സോസ് മെയിനായിട്ട് വേണം. ഞാനിവിടെ ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും സോസ്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതിനുണ്ട് ഫോർക്ക്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം ഇത് നമുക്കൊന്ന് കുറച്ച് സ്പീഡായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടാം. വെളുത്തുള്ളി കമ്പൽസറി ആയിട്ടുള്ളൊരു സാധനമല്ല. ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ചിലർക്ക് ഇഷ്ടം കാണില്ല, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ജസ്റ്റ് ഒന്ന് അതാവുമ്പോൾ അത് ഒരുപാട് കരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ആ ഒരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇടാം. പക്ഷെ ഞാൻ ആദ്യം ക്യാരറ്റാണ് കേട്ടോ ഇടുന്നത്. കാരണം ക്യാരറ്റ് ഒരു ഇച്ചിരി സമയം എടുക്കും ബാക്കിയുള്ളതിനെക്കാട്ടിലും ഒന്ന് വെന്ത് വരെ. അങ്ങോട്ട് ഒരുമിച്ചിടാം. ഹെൽപ്പ് ചെയ്യണോ? വേണം, ഞാൻ ഇതൊന്ന് കാണിക്കുകയുള്ളൂ. എനിക്ക് ഒരുപാട് സമയം ചൂടെടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞ് അങ്ങനെയൊന്നും ആവണ്ട. ജസ്റ്റ് ആ ഒരു വരുവാൻ കിട്ടുക, അത്രേ ഉള്ളൂ. എനിക്കിതിവിടെ മുട്ടുന്നു. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുണ്ടാക്കുന്ന പല സ്റ്റൈലിലാണല്ലോ. അപ്പോൾ ചില ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ ഈ പെപ്പർ, സോൾട്ട്, നമ്മുടെ സോസ് എല്ലാം ലാസ്റ്റാണ് അവർ ആഡ് ചെയ്യുന്നത്. നൂഡിൽസും ഇട്ടതിന് ശേഷമാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് നൂഡിൽസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് ഇട്ടിട്ട് പെപ്പറും സോൾട്ടും സോസസും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ജസ്റ്റ് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കനും എഗ്ഗും എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ അതും ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നൂഡിൽസ് ഇടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ. എനിക്കെന്തോ മസാല പിടിക്കാതാവുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് അടുത്ത പെപ്പർ ഇടാം. സോൾട്ട് ഇടുമ്പം സോയാ സോസിൽ ഓൾറെഡി സോൾട്ട് ഉണ്ടായിട്ട് അതൊന്ന് ശ്രദ്ധിക്കാം. പെപ്പർ ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ടാൽ മതി. ബാക്കി സോസസ് എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്യാം. സോയ സോസ് ഒഴിച്ചു. അടുത്തത്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കുമില്ല കേട്ടോ, അന്ന് ഒഴിക്കുക. ഇവിടെ അമ്മയ്ക്ക് നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. ഓക്കെ, ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിനി നൂഡിൽസ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ 2 ഫോർക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ്. നമ്മളിതാ ഏകദേശം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് ഇനി ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇത് വരും. ഇതിലിപ്പോൾ നമുക്ക് ഓൾറെഡി സോൾട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ ചില്ലി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഗൈസ്, അങ്ങനെ എൻ്റെ പരീക്ഷണത്തിന് ഇരയായ 2 ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അഭിപ്രായം ചോദിക്കാം. കഴിക്കും. എനിക്ക് കഴിച്ചപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുള്ളത്. കൊള്ളാം. പിന്നെ കുറച്ച് എരിയുണ്ട്. സോസ് ഇട്ടതിൻ്റെ സോസ് ഇട്ടപ്പോഴത്തേക്കും അല്ല അമ്മയ്ക്ക് പിന്നെ എനിക്ക് എരിവ് വേണം എല്ലാത്തിലും. അപ്പം അങ്ങനെയാണ് എരിവിട്ടത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നൂഡിൽസ് റെസിപ്പിയാണ്. അരിഞ്ഞ് തരാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാവും. തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെത് ഇതാ ഇവിടെ ഇരിക്കുന്നു, എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ.